ഹായ് നമസ്കാരം, അഭിലാഷാട്ടാണ്. അപ്പോൾ നിഷ ഇടിക്കുന്നുണ്ട്, ഒരുപാട് സുന്ദരിയായിട്ടുണ്ട്. പിടുത്തം കിട്ടില്ല. അപ്പോൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകൾ പോവാം. തമനാന്ന് പേര് വന്നാൽ പിന്നെ തെലുങ്കിൽ നിന്നൊക്കെ വിളിക്കുക അല്ലേ? ആണോ? തെറിയൊക്കെ ഉണ്ടാവുന്നേ അല്ലേ? അക്ഷരം പഠിക്കട്ടെ, എഴുതി. എന്തായാലും ഞങ്ങൾ ലാലേട്ടൻ്റെ പിറന്നാൾ ആശംസകൾ. ലാലേട്ടാ ഐ ലവ് യു. അപ്പോൾ ലാലേട്ടൻ്റെ പിറന്നാളിനോടനുബന്ധിച്ചൊരു സിനിമ കാണാമെന്നാണ് ദൃശ്യം 3. എല്ലാവരും ഉണ്ട്, ഒരുപാട് തിരക്കുണ്ട്. എന്തായാലും എല്ലാവരും കാണുക, നല്ലൊരു സിനിമയാണ്. അപ്പോൾ നിഷ എങ്ങനെ പുതിയ സിനിമകളൊക്കെ ആയില്ലേ? എങ്ങനെയുണ്ട് ലാലേട്ടനെ കുറിച്ച് 2 വാക്ക്? അപ്പോൾ ലാലേട്ടൻ്റെ ദൃശ്യം 3 കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ട ഞങ്ങളെ ടെൻഷൻ അടിപ്പിക്കാൻ ലാലേട്ടനെ പറ്റുള്ളൂ. അടിപൊളിയില്ലേ? ആശീർവാദ് കമ്പനിക്കും ആന്റണി പെരുമാൾ സാറിനും ജിത്തു ജോസഫ് സാറിനും ലാലേട്ടനും ആശംസകൾ തരികയാണ്. അല്ല, മലയാള സിനിമയിൽ ഇനിയും ഇതുപോലെ നല്ല പടങ്ങൾ വരട്ടെ അല്ലേ? പിന്നെ സസ്പെൻസ് ഉണ്ട്, അത് പറയുന്നില്ല. നിങ്ങൾ സിനിമ കാണുക. വരുണ്ണെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നു. വരുണ്ണ മിസ് ചെയ്യുന്നു അല്ലേ? കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ഒറിജിനലായിട്ട് കണ്ടു അല്ലേ? ഓക്കെ. എന്തായാലും പുതിയ വർക്കുകളായിട്ട് മുന്നോട്ട് പോകണമല്ലേ? അന്ന് സിൽക്ക് എന്ന് പറയുന്നത് തെറ്റായി പോയോ? എല്ലാവർക്കും തമ്മനെക്കുട്ടി എന്നാണ് പറയാൻ ഇഷ്ടമെന്നാണ് പറയുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ തമ്മനെയാണ് നിഷയിലേക്ക് മലയാള സിനിമയിലേക്ക് കയറി വരട്ടെ. അപ്പോൾ ദൃശ്യം 3 എല്ലാവരും കാണുക. ലാലേട്ട ഒരിക്കൽ കൂടി പിറന്നാൾ ആശംസകൾ നേരുന്നു. ഐ ലവ് യു, ലവ് യു, ലവ് യു ലാലേട്ട. താങ്ക് യു നിഷ. താങ്ക് യു.